നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇപ്പം മംദാനിയാണല്ലോ ലോകത്ത് ചർച്ചാ വിഷയം, വാർത്താ പ്രാധാന്യം നൽകുന്നത്. ആ മംദാനി പറഞ്ഞേ, അനമിൻകും വയിലേക്കും ഒരു അറബി കൊട്ടേഷനാണ്, അറബി വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളിൽ നിന്നുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനും. അത് ഇംഗ്ലീഷിൽ ഒരു ഇതുണ്ട്, ഈച്ച് ഫോർ ആൾ, ആൾ ഫോർ ഈച്ച്. എന്തായാലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എറണാകുളമല്ലേ ഒരു ജഡ്ജിയുടെ വിധി പ്രഖ്യാപനവും അതിനെ പുകഴ്ത്തിക്കൊണ്ട് ചില ക്രിസംഗി മാത്രമല്ല സംഖ്യകളും പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മുസ്ലിം സമുദായമേ, നിങ്ങൾ എന്താണ് ഭയപ്പെട്ടിരിക്കുന്നത്, മൗനം വെടിയാത്തത്? ആ ജഡ്ജി പറഞ്ഞത്, ഒരു മുസ്ലിമിന് മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ അനുവാദം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന. ഒരു കാര്യം ആദ്യമായിട്ട് പറയട്ടെ, എല്ലാ മുസ്ലിങ്ങളും 2 കല്യാണം കഴിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ശരീഅത്ത് നിയമം അനുസരിച്ച് ആദ്യ ഭാര്യയുടെ അനുവാദം, രേഖാമൂലം അനുവാദം വേണമെന്നുള്ളത് പറയുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയതും സമുദായത്തിലെ പല മഹാന്മാരിൽ നിന്നും ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരവും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് മാറ്റി ഒലക്ക വീണ് ചത്തക്കോടി ചാറ് കൂട്ടം എടുക്കുന്ന കഷ്ടം കൂട്ടാൻ പറയുമ്പോഴേ ഇങ്ങനെ ഓരോന്നും മാറ്റി അവസാനം ശരീരത്ത് നിയമമേ ഇല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അടവ് കൂടിയാണ്. അതായത് 2 വിവാഹം കഴിക്കുകയാണെങ്കിൽ 2 പേരെ തുല്യമായിട്ട് കണക്കാക്കണം, അതൊരു സംശയമില്ല. തുല്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തുല്യം? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ 2ാമത്തെ ഭാര്യയ്ക്ക് ഒരു ചന്ദ്രിക സോപ്പ് 100 രൂപ വിലയുള്ള ചന്ദ്രിക സോപ്പ് വാങ്ങിച്ചു കൊടുത്തെങ്കിൽ അതേ ചന്ദ്രിക സോപ്പിന് 100 രൂപ വിലയുള്ള സോപ്പ് ആദ്യ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആദ്യ ഭാര്യ കൊടുക്കാൻ 2ാമത്തെ ഭാര്യ, അങ്ങനെ തുല്യത പാലിക്കണം. ഒരു കാര്യം പ്രവാചകൻ അല്ലെങ്കിൽ ഖുർആൻ കടത്തി പറഞ്ഞു, അത് നിങ്ങൾക്ക് സാധിക്കൽ കൊണ്ടു നടക്കാൻ. നിങ്ങൾ ആദ്യ ഭാര്യയുടെ ഇടത് കവളിലാണ് ഉമ്മ കൊടുത്തെങ്കിൽ 2ാം ഭാര്യ ഇടത് കവളിൽ തന്നെ ഉമ്മ കൊടുക്കണം. എന്നുവെച്ചാൽ അത്ര പോലും മാറ്റം വരുത്താൻ പാടില്ല. അങ്ങനെ തുല്യമായിട്ട് നോക്കണമെന്ന് പറഞ്ഞേ ആ ഒരു നിയമത്തിൽ എന്തോ കുഴപ്പം. എന്നിട്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2 സ്ത്രീകളെ ഒരുപോലെ കൊണ്ടുനടക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു വിവാഹത്തിന് ഒതുങ്ങുക, അതല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനർത്ഥം എല്ലാവരും 2ാമത് വിവാഹം, 2 വിവാഹം, 3 വിവാഹം കഴിക്കുന്നതല്ല. അങ്ങനെ സാഹചര്യം വന്നാൽ എന്നാൽ പോലും അവൻ തെറ്റായ വഴിയിലേക്ക് പോകരുതെന്നാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പിന്നീട് സുപ്രീം കോടതിയൊക്കെ പറയുന്നത്, വിവാഹം 1 മതി, നിങ്ങൾ വ്യഭിചരിച്ചോ, നിങ്ങൾ ചിഹ്ന വീട് എത്ര മണി വെച്ചോ, ഇന്ത്യയിലെ എല്ലാ പണക്കാർക്കും, പച്ച മലയാളത്തിൽ ഒരു പറഞ്ഞാൽ സാമാനം പോകുന്ന എല്ലാ പണക്കാർക്കും 1ലധികം ചിഹ്ന വീടുകളുണ്ട്. അതൊന്നും കണക്കില്ല. പക്ഷെ മുസ്ലിങ്ങൾ 2ാമത് വിവാഹം കഴിച്ചാൽ അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലുള്ള നിയമങ്ങൾ കോടതികൾ ഇല്ലീഗലായിട്ട് പാസ്സാക്കുമ്പോൾ മുസ്ലിം സമൂഹമേ, മുസ്ലിം സമുദായമേ, മുസ്ലിം സമുദായത്തിലെ ഉന്നത മൗലവിമാരെ, നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്? പ്രതികരിക്കണ്ടേ? നമ്മൾ മാതൃരാജ്യമായി ഇന്ത്യയെ മാതൃരാജ്യമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട്, നമ്മുടെ ജന്മദേശമായിട്ട് കണക്കാക്കിക്കൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയാത്തെന്ത്? എനിക്ക് ഒരുപടി ആൾക്കാർ, ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു മതപരമായ ചടങ്ങ് സംസാരിക്കുന്നവരല്ല, അത് താല്പര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ എടുത്തു പോകുന്നത് ഒരുപടി ആൾക്കാർ കഴിഞ്ഞ് കുറച്ച് 2 ദിവസമായതുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരും പ്രതികരിച്ച് കാണുന്നില്ലല്ലോ ഷാ, നിങ്ങളെങ്കിലും പ്രതികരിക്കാന്ന് അങ്ങനെ പറയുന്നത്.
കോടതിയോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് വരട്ടെ. ഇസ്ലാമിക ശരീഅത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനമായിട്ടായിരിക്കണം വിധി പ്രഖ്യാപിക്കേണ്ടത്. അല്ലെങ്കിൽ ഇസ്ലാം നീതി ഇല്ലെന്ന് പറയും, പിന്നെ പ്രശ്നമില്ല. അതൊക്കെ വെച്ചിട്ട് ഞാൻ വീണ്ടും അവതാനിലേക്ക് വരാണ്. ഏറ്റവും വലിയ സംസ്കാരം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ഭാരതീയ കേരളത്തിലെ സവർണ വിഭാഗമേ, ലോക ജനസംഖ്യ നോക്കിയാൽ കേരളത്തിൽ 4-3-7 നായന്മാരുള്ളത്. ആ 7-3-4 നായന്മാരുള്ള കേരളത്തിൽ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ ഒരു നായരില്ലാതെ മേയറായിട്ട് ചിന്തിക്കാനും പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല, 4 പ്രാവശ്യം ജയിച്ചെന്ന് തലയിൽ തൊട്ട ഒരു മുസ്ലിം സ്ത്രീക്ക് അവർക്ക് സ്ഥാനം കൊടുക്കാതെ ഈ കള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇന്നലെ വന്നൊരു പെൺകുട്ടിക്ക് നായർ പെൺകുട്ടി കൊടുത്തു. അതേ സ്ഥാനത്ത് 10% മാത്രമാണ് മുസ്ലിങ്ങൾ ന്യൂയോർക്ക് പട്ടണത്തിൽ. ബാക്കി 90% പ്രോബ്ലമാണ് കേട്ടോ. യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, അവരിൽ നിന്നാണ് ഭൂരിപക്ഷം വോട്ട് കിട്ടി മമതാനി ജയിച്ചത്. ആ മമതാനി അറബിക് വാക്ക് പറഞ്ഞു, അത് ഇംഗ്ലീഷുണ്ട്. ഈച്ച് ഫോർ ആൾ ഫോർ ഈച്ച്. ഒരാൾ എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഒരാൾക്ക് വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് വാദിയാണ്. അദ്ദേഹം അഭിമാനം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കി കൂടി പറയുന്നത്, അദ്ദേഹം അഭിമാനത്തോടി പറയാണ്, ഐ ആം ദ മുസ്ലിം. പക്ഷെ ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നു. മൊയ്തീൻ ഷായും പറഞ്ഞത് തന്നെയാണ്. നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നു. നീതി, എല്ലാവർക്കും തുല്യനീതി. അല്പം ബുദ്ധിമുട്ടാവും. ഞങ്ങൾ പാമ്പിൻ്റെ ഇരയാണ് തവളയെ രക്ഷിക്കുമ്പോൾ പാമ്പിന് ഇഷ്ടാവില്ല, പാമ്പ് തവളയേക്കാൾ ശക്തനാണ്. അപ്പോൾ നമ്മൾ ഈ പ്രത്യയശാസ്ത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കോണിൽ മാത്രം, എല്ലാ കോണിലും വളരെ ചെറിയ കോണിൽ നിന്ന് ശക്തത എളുപ്പമുണ്ടാവും. അത് മമതാനിക്കൊണ്ട് മൊയ്തീൻ ഷാക്കുണ്ട്. അതൊന്നും കാര്യമാക്കുന്നില്ല. നമ്മൾ നീതി തന്നെ പറയും. നമ്മൾ പറഞ്ഞല്ലോ, കളവ് പറഞ്ഞ് അടുക്കളയേക്കാൾ നല്ലൊരു സത്യം പറഞ്ഞ് അകലെയാണ്. അതാണ് മൊയ്തീൻ ഷായുടെ പോളിസി. മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിൻ്റെ, അതിനിപ്പോൾ മമതാൻ്റെ പോളിസി. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി വെച്ചല്ലോ. അപ്പോൾ BJP പറഞ്ഞ് നമ്മുടെ മന്ത്രി, കേന്ദ്രമന്ത്രി, BJPയുടെ മന്ത്രി ഉണ്ടല്ലോ, മുരളി വയ്ക്കും. കെ മുരളീധരനല്ല, VS മുരളി വയ്ക്കുന്നു. ഇത് പൊളിക്കണം. VS മുരളി ഈഴവനാണ്. ഈഴവനും BJP-ആയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ വഹിക്കുന്നില്ല, അല്ലെങ്കിൽ കാണാം നമുക്ക്. അപ്പോൾ ഏതായാലും അത് തെറ്റാന്ന് പറ്റില്ല. അവനവൻ്റെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അവിടെ അവനവൻ്റെ ആൾപ്പെട്ട വേണമെന്ന് ചിന്തിക്കുന്നത് ഒരു തെറ്റുമില്ല, അത് തെറ്റില്ല. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ 99% മുസ്ലിങ്ങളുള്ള മലപ്പുറത്ത് ജില്ല ഒരു മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ അന്തോണിയെ ഒരു ഗുണമില്ലാത്ത അന്തോണിയെ ജയിപ്പിച്ചത്. അതൊക്കെ ഒരു ത്യാഗം തന്നെയാണ്, അതൊക്കെ പറയണം. അങ്ങനെ ഇദ്ദേഹത്തെ അപ്പോൾ അങ്ങനെ ജയിപ്പിച്ചു. അപ്പോൾ അവരുടെ മനസ്സ് വളരെ വലുതല്ലേ. അവർ വെച്ച് നോക്കും, ഇന്ത്യക്കാരായ നമ്മളെയൊക്കെ മനസ്സ് എത്ര ചെറുതാണ്. നമ്മൾ ജാതി മാത്രം ഉപജാതി നോക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ജാതി മാത്രമല്ല ഉപജാതി നോക്കണം. നായരാണ് ഭൂരിപക്ഷം, നമ്മൾ നായ നിർത്തും. ഈഴവാണ് ഭൂരിപക്ഷം, ഈഴ നിർത്തും. ദളിതാണെങ്കിൽ ദളിത് നിർത്തും. അത് ദളിതിൻ്റെ കാര്യമാണ്. ഒരു കാര്യം പ്രത്യേകം പറയും, ഇന്നലെ കോർപ്പറേഷൻ വീണ്ടും ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതി ഇടപെടാതെ വീണ്ടും നറുക്കെടുപ്പെടുന്നത് സ്ഥാനാർത്ഥി ഈ വാർഡ് ചെയ്തു. ഇതെന്ത് ന്യായമാണ്? ഇപ്പോൾ ദളിതുകൾക്കാണ് ആവശ്യമെങ്കിൽ സീറ്റ് കൊടുക്കണമെങ്കിൽ അവർ കൂടുതൽ ദളിതുള്ള മണ്ഡലം അറിയാലോ, ആ മണ്ഡലത്തിൽ കൊടുക്കണം. അതിന് സ്ത്രീകളാണ്, സ്ത്രീകൾ കൂടുതൽ മണ്ഡലത്തിൽ കൊടുക്കും. അതിന് നറുക്കെടുപ്പ്, അത് ആര് പഠിപ്പിച്ച ഈ രീതിയൊക്കെ? അത് വർഷദ്വീപ് തെറ്റല്ലേ? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതാക്കളെ കുലംകുത്തികൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പോയി. കുലംകുത്തികൾ, നിങ്ങൾ എന്താണ് നറുക്ക് സൃഷ്ടമാക്കുന്നത്? ഒരു ദളിതാണ് വാർഡെങ്കിൽ, ദളിത് കൂടുതലുണ്ടെങ്കിൽ ആ വാർഡ് രക്ഷിക്കണം. അത് നറുക്കെടുപ്പതിനാ. ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്ന ഒരു പല്ലവിയാണ് നറുക്കെടുപ്പ് തറപ്പ്, ലോട്ടറിയാണ് നറുക്കെടുക്കാൻ. ഒരു കുഞ്ഞും മിണ്ടുന്നുണ്ടത്. എന്താണ് നിങ്ങൾ ഈ ഞങ്ങൾ MLA ഉള്ള പാർട്ടിയുള്ള അസംബ്ലിയിലും ഇല്ല. ഏതെങ്കിലും MLA ഉള്ള പാർട്ടി വായി തുറക്കുന്നുണ്ടോ? ഓക്കെ ബഹുമാനി, നെറ്റിൻ്റെ കംപ്ലൈൻറ്റ് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ നമ്മൾ എത്ര കൊച്ചാണ് നമ്മൾ, അതല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോൾ മുസ്ലിം സമുദായത്തോട് പറഞ്ഞ്, ലോകത്ത് മുത്തരത്ത് വളർന്നുകൂടിയാണ്
അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം അറിയാലോ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയാണ് കിട്ടിപ്പോൾ വരുന്നത്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞ ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഒരു പിതാവോ ഒരു പുത്രനോ ഒരു രാജാവോ ഒരു രാജാവിൻ്റെ മകനല്ല ദൈവം എന്ന് ലോക ജനസൻ മനസ്സിലാക്കിയ പേരിൽ ക്രിസ്തു മതത്തിൽ നിന്നെല്ലാം മാറി ജനങ്ങൾ ചിന്തിക്കുകയാണ്. കുറച്ച് പേര് ക്രിസ്തു മതത്തിൽ പുറത്തു പോകുന്നു, കുറച്ച് പേര് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതിന് കാരണമാണ്, അതാണ് ഇത് വർദ്ധിക്കാൻ കാരണം. അത്ര സാഹോദര്യത്തിൻ്റെ മതം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ കൊച്ചു കേരളത്തിൽ പോലും കൺവെർട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ കൺവെർട്ട് ക്രിസ്ത്യാനി നിൽക്കുകയാണ്. ക്രിസ്ത്യാനി ആവുന്നില്ല, പഴയലേക്ക് വരുന്നില്ല. അതേസമയത്ത് ഒരു പുലയൻ ഇന്ന് മുസ്ലിമായി കഴിഞ്ഞാൽ അവന് മറ്റുള്ള ഒപ്പം ഇരിക്കാം. പിന്നെ അവിടെ കൺവെർട്ട് പുലയനല്ല, കൺവെർട്ട് മുസ്ലിമല്ല, ഉള്ള മുസ്ലിമാണ്. അതാണ് സാഹോദര്യത്തിൻ്റെ മതമെന്ന് ആര് പറഞ്ഞ്? വിവേകാനന്ദൻ പറഞ്ഞു. അത് ആൾ വരുന്നുണ്ട്. തല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രവാചകൻ്റെ കാലത്ത് പോലും യൂറോപ്യൻ അമേരിക്ക പോലെ രാജ്യങ്ങളിൽ പോലെ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം എത്തിയില്ല, അത്ര റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രവാചകൻ ഇല്ലാത്ത ഈ കാലത്ത് കേട്ടറിഞ്ഞ് മനുഷ്യ സമൂഹം ഇസ്ലാമത്തിലേക്ക് കടന്നു വരികയാണ്. നിർബന്ധ ബുദ്ധിയല്ല, പാൽപ്പൊടിയും പഞ്ചസാരയും കൊടുത്തല്ല, ജോലി വാഗ്ദാനം ചെയ്തല്ല, പൈസ കൊടുത്തല്ല, വീട് വെച്ച് കൊടുത്തല്ല. കേട്ടറിഞ്ഞ് ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കേട്ടറിഞ്ഞ് ഇസ്ലാം മതത്തിലേക്ക് വരാം. അങ്ങനെ ഇസ്ലാം മതം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, ഒരു റബ്ബർ പന്ത് എത്ര കണ്ട് ആഞ്ഞടിക്കുന്നോ അത്ര ഉയർത്തി പോകും പോലെ ഒരു വ്യക്തിയെ നമ്മൾ എത്ര കണ്ട് എതിർക്കുന്നോ ആ വ്യക്തി വളർന്ന പോലെ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ചൈന. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയെ ലോക രാജ്യം ഒഴിവാക്കി അവോയ്ഡ് ചെയ്ത്. പക്ഷെ ആ ചൈന എന്ന് നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 ആയില്ലേ. പക്ഷെ അപ്പോഴും മുസ്ലിങ്ങൾക്കൊരു വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്, ഒരു മരക്കൊമ്പിൽ മാങ്ങ കൂടുതലുണ്ടായാൽ ആ കൊമ്പ് താഴുകയാണല്ല, പൊങ്ങുകയല്ല. അതിനർത്ഥം അത്ര അറിവും വിവേകവും സംസ്കാരവും പണമൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ വിനയാന്വിതനാകും. അത് ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തിന് ലോകത്ത് വ്യാപകമായിട്ട് ഒരു അപശബ്ദമോ അല്ലെങ്കിൽ ഒരു അക്രമവാസനവും ഉണ്ടാകാൻ പാടില്ല. അവരാണ് കുറച്ചുകൂടി വിനയാന്യത കുറച്ചുകൂടി മാതൃക കാണിക്കേണ്ടത്. ഒരു സ്ഥലത്ത് ഒരു സമ്പന്നനുണ്ടെങ്കിൽ അവരാണ് മാതൃക കാണിക്കേണ്ടത്. ഒരു ദൈത്യവാസി മാതൃക കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങരുത് എന്ന് പറഞ്ഞ് പാവപ്പെട്ട പറഞ്ഞാൽ അത് നിനക്ക് ഇല്ലാത്തതുകൊണ്ട് ഇതിലെ പറയുള്ളൂ, വില പോവില്ല. ഇത് പണക്കാരൻ പറയണം. അത് മറിയത്തിൻ്റെ വയറ്റുകൾ കുഞ്ഞിൻ്റെ അച്ഛൻ തോമസ് ആണെന്ന് മറിയം പറഞ്ഞ വിലയില്ല, തോമസ് വേണം. മറിയത്തിൻ്റെ വയറ്റുകൾ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്, അതുപോലെയാണ്. അപ്പം അങ്ങനെ വിനയാന്വിതനാകണം. യഥാ പറഞ്ഞ ഈ പ്രവാചകൻ്റെ കാലത്ത് പോലും ഇസ്ലാം മതം ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക്, ഇന്നത്തെ ചൈന ഇന്നത്തെ എന്താണ് നമ്മുടെ യൂറോപ്പ്, ബ്രിട്ടൻ, ഫ്രാൻസ് അങ്ങനെ സ്ഥലത്തൊന്നും വന്നിട്ടില്ല. ഇന്ന് സ്വയമേവ അതിന് മഹത്വം മനസ്സിലാക്കി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതിനർത്ഥം നമ്മൾ എത്ര കണ്ട് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ തകർക്കൽ ലോകവ്യാപകമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നശിക്കില്ല. കാരണം ഒരു ശക്തി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഉണ്ടാക്കിയാൽ അതിന് വളർച്ച വളരെ ചെറുതാണ്. പക്ഷെ സ്വയമേ വളരാണെങ്കിലോ, ക്രിസ്തുവത്തിലേക്ക് ആൾ ചേർക്കാൻ ശ്രമിക്കുന്നു, ഒരു 100 ആൾ ചേർക്കാൻ പറ്റും. പക്ഷെ അതേസമയത്ത് ജന്മന തന്നെ ജനനം കൂടാണെങ്കിൽ അത് വളരെ കൂടുതലായിരിക്കും. അത് അനുഭവമല്ലേ. ഈ ബുദ്ധെല്ലാം ആരോപണം പരാതി ഉണ്ടായിട്ട് ക്രിസ്തുമതം കുറഞ്ഞു വരാണ് ഇന്ത്യയിൽ, കൂടി വരാനല്ല. കൊച്ചു കേരളത്തിൽ പോലും 1970 എത്ര വർഷമുണ്ട്? 30-55 വർഷമല്ലേ ഉള്ളൂ. 70 മുസ്ലിം സമുദായത്തേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനിയായിരുന്നു എന്നാണ് കണക്ക് പറയുന്നത്. ഇതുപോലെ ശരി നമുക്കറിയില്ല, കണക്ക് വരുന്നതാണ്. ഇന്നത് പോയിട്ട് 1:4 ആയി. 4 മുസ്ലിമിന് ഒരു ക്രിസ്ത്യാനിയെ വരുന്നുള്ളൂ. അത്രകൊണ്ട് കാരണം അവർ സന്താനം ഉണ്ടാക്കുന്നില്ല. വിവാഹം കഴിക്കും വളരെ വൈകുന്നു. അഥവാ വിവാഹം ചെയ്താൽ തന്നെ ഒരു പ്രസവം കഴിഞ്ഞാൽ പാത്രം ക്ലീനാക്കി വെച്ചു. മറ്റൊരു അപകടം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തോട് ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സ്നേഹത്തോടും ആത്മാർത്ഥത്തോടും യാതൊരു തട്ടിപ്പില്ല. അതാണ് ഏതാണ്ട് 10% കൂടുതൽ കന്യാസ്ത്രീയായിട്ട് മറ്റു പോവാണ്. അപ്പോൾ അവർക്ക് സന്താനം ഔദ്യോഗികമായി ഉണ്ടാവില്ലല്ലോ. അല്ലാതെ രണ്ടു പറയേണ്ട വേറെ കാര്യം. 10% വളർച്ച അവിടെ കുറഞ്ഞ് പിന്നെ ഇന്ത്യ വിട്ടു പോന്നു സുഖലോല് വെച്ചുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാം കൊണ്ട് വംശത്തിന് ആദ്യമായിട്ട് നിങ്ങൾ പറയുന്നത് 4-5 ഉണ്ടാക്കാൻ പറയേണ്ട കൃത്യ പുരോഹിത സഭ. നിങ്ങൾ മക്കളോടും പെങ്ങന്മാരോടും അണികളോടും അനുയായികളോടും പറഞ്ഞ 2 കുട്ടികൾ നിങ്ങൾ മിനിമം സൃഷ്ടിക്കണം.
എന്ന് പറഞ്ഞു നോക്ക്. ഇപ്പം ജപ്പാനിൽ ചൈനയിലൊക്കെ ജനസംഖ്യ കുറഞ്ഞു, നമ്മളാണല്ലോ കൂടുതൽ. അവിടെ ജനസംഖ്യ 1/1 ആക്കിയപ്പോൾ എന്ത് പറ്റി? ജനസംഖ്യയില്ല, ചെറുപ്പക്കാരില്ല. ചൈനയിൽ ജപ്പാൻ നശിക്കാൻ പോവാണ്. നാളെ 100 വയസ്സ് കഴിഞ്ഞാൽ 1 ലക്ഷം പേര് യോഗ കൂടി ജപ്പാനിൽ. മരണം കുറവ്, ജനസംഖ്യ കുറവ്, ജനം കുറവ്. അത് ജനങ്ങളില്ല. അപ്പം അതും അപകടമാണ്. അപ്പോൾ 1/1 എന്നൊരു പ്രയോഗം ശരിയല്ല, 1/2. നമ്മൾ 2, നമുക്ക് 2. ആ ഒരു രീതിയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്താണെങ്കിൽ തന്നെ മുസ്ലിം സമുദായം അവർ വളർച്ച വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് അതിലെ ബുദ്ധിജീവികൾക്ക് വലിയൊരു കടപ്പാട്, ഉത്തരവാദിത്വം, ബാധ്യതയുണ്ട്, കമ്മിറ്റ്മെൻറ്റ്. എന്താണത്? എന്നിൽ നിന്നോ എൻ്റെ സമുദായത്തിൽ നിന്നോ മറ്റിതര സമുദായങ്ങൾക്കോ മറ്റു ഇതര വ്യക്തികൾക്കോ ഇനി അവിടുന്ന് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ പോലും തിരിച്ച് അടിക്കാതെയും തിരിച്ച് എതിർക്കാതെയും സഹനശക്തിയോട് സ്നേഹത്തോട് കൈകാര്യം ചെയ്യണം. അതാണ് പ്രവാചക മാതൃക ഖുർആൻ പറയുന്നത്. നാം എത്ര കണ്ട് ക്ഷമിക്കുന്നു അത്ര കണ്ട് ദൈവാർക്ക് നമ്മുടെ വശത്താവില്ല. എന്നെ ഉദാഹരണം എടുക്കാൻ ഏതെല്ലാം കോഴിക്കൂടൊക്കെ പണ്ടൊക്കെ ചില കോഴി ഞാൻ ചിരിക്കലുണ്ട്. കണ്ടോ? ചിരിച്ച മുഖമല്ല എന്നെ നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഉറങ്ങുമ്പോൾ എനിക്കറിയില്ല, എനിക്കറിയില്ല, നമുക്കറിയില്ല, ഫോട്ടോ എടുത്തിട്ടില്ല. അല്ലാത്ത സമയത്തിൽ ഞാൻ ചിരിച്ചിരിക്കുള്ളൂ. ഇനി ആര് എന്തെങ്കിലും പറയാൻ എനിക്ക് വിഷയമില്ല. അതോ ഒരാൾ എന്തെങ്കിലും പണി ഇന്നല്ല അവരെ കണ്ട് സംസാരിച്ച് പൊരുത്തപ്പിടിക്കാതെ അല്ലെങ്കിൽ സ്നേഹത്തോട് അത് ഞാൻ കിടക്കുക തുറക്കൂല. അവിടെ എനിക്ക് ശത്രുക്കളെ ഇല്ല. അതൊരു പോളിസിയാണ്. ഉള്ളിൽ ആരെങ്കിലും അസൂയനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഞാൻ ഫോട്ടോ കീറിയപ്പം പറഞ്ഞു, ഫോട്ടോ കീറിയിൽ കുറ്റം പറയില്ല. അവർക്ക് ഇലക്ഷനിൽ ഇപ്പം ഞാൻ 1 ലക്ഷം നിന്ന് 10,000 വോട്ട് പിടിച്ചാൽ ഒരു പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടാവും. അവിടെ ഞാൻ നിങ്ങളോട് പറയണം, മക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ, സീനിയോറിറ്റിയാണല്ലോ, ഞാൻ മത്സരിക്കുന്നില്ലെന്ന്. ഈ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ മൊയ്തീൻ ഷാ ഒരു സ്ഥലത്തും മത്സരിക്കില്ല. പഞ്ചായത്തിലൊക്കെ ഒന്നുമില്ല. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഫോട്ടോ ഒന്നും കളയണ്ട. ഞാൻ നിങ്ങൾക്ക് എതിരുമില്ല. അത് ആദ്യമായിട്ട് പറയാം. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ജനനീതി, ജനനന്മ, അതാണ് വേണ്ടത്. മുഹമ്മദ് അലി അമേരിക്കയുടെ രീതി വെച്ച് നോക്കുമ്പോൾ ആ അമേരിക്ക പോലുള്ള ഒരു രാജ്യം നന്നായി കഴിഞ്ഞാൽ അത്രയും, അതായത് ഒരു നല്ല സാധനം ചീത്തയായി കഴിഞ്ഞാൽ അത്രയും മോശം വേറൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ എന്തുകൊണ്ടും പറയും സമീകൃത ആഹാരം എന്ത് നല്ലതെന്ന് പറഞ്ഞു. ഏതാണ്? പാല്. അത് ചീത്തയായി കഴിഞ്ഞാൽ ഇത്രയും ദുർഗന്ധം വമിക്കുന്ന വസ്തു ലോകത്ത് വരെയില്ല. അതുപോലെ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിലെ വ്യക്തികൾ മോശമായാൽ അവരായിരിക്കും നമ്പർ 1 തെമ്മാടികൾ. ഇപ്പം കുറച്ച് കാണുന്നത് അങ്ങനെയാണ്. അതായത് ബഹുഭൂരിപക്ഷ പേരും വളരെ മാന്യന്മാരും വളരെ സത്യസന്ധരും മനുഷ്യസ്നേഹികൾ. അത് ഞാൻ കെയർ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുകൊണ്ട് ജനങ്ങളെ, മുസ്ലിം സമുദായമേ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഭയവിഹുലരാകുകയോ അല്ലെങ്കിൽ തർക്കമുണ്ടാക്കുകയോ ഭരണകൂടത്തെ എതിർക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അന്യായമായിട്ട് എതിർക്കാൻ പാടില്ല. കാരണം ഭരണകൂടത്തെ അംഗീകരിക്കുക എന്നുള്ള ഈമാൻ, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ചില കടപ്പാടുണ്ട്. അക്രമവാസം ഒരിക്കലും മുസ്ലിങ്ങൾക്ക് നല്ലതല്ല, പറഞ്ഞില്ല. അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കുന്നതിൽ എൻ്റെ സമുദായത്തെ അല്ലെന്നാടോ പ്രവാചകം പറഞ്ഞിരിക്കുന്നത്. പ്രവാചക വചനമാണ് ഇത്. 100 അടി മാറി നിൽക്കണം പുലയിൽ, 500 അടി മാറി നിൽക്കണം ദളിതർ, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ഒറ്റ ഇതാണ്. തന്നെയുമല്ല, ഈ അയൽവക്കത്തെ കുറിച്ച് പറയുമ്പോഴേ ഈ നിരീക്ഷവാദി, യുക്തിവാദ, ബാലയന്ത്ര, കൂലയന്ത്രങ്ങളെ മനസ്സിലാക്കാൻ പറയാണ്. അയൽവക്കത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ്. ആരാണ് അയൽവക്കം? 4 സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ന്യൂസില്ലേ? സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് 4 നമ്മൾ താമസിച്ച വീട് 4 വശത്തേക്കും 40 വീടുകളാണ്. 40 വീടുകൾ എന്ന് പറഞ്ഞാൽ 4 16 വീട്, 106 വീട്. ഇന്നത്തെ കാലത്തിൽ 5 വീട്, 5 വീട്ടിലേക്ക് 116, 800 പേരാണ്. അപ്പോൾ ഒരു വ്യക്തി വിചാരിച്ചാൽ 800 പേരെ പട്ടിണി കിടത്താൻ പറ്റും. എന്നിട്ട് അങ്ങനെ ലോകം മുഴുവൻ നോക്കിയാൽ ലോകത്ത് ആരെങ്കിലും പട്ടിണി കിടക്കേണ്ടി വരുമോ? പണ്ട് ചരിത്രമല്ല, ആദ്യം താമസിക്കുമ്പോൾ ഇത് സക്കാത്ത് ഇനി നിർബന്ധ ദാനം കളക്ട് ചെയ്ത് കൊടുത്ത് ഒരു പ്രദേശത്ത് സക്കാത്ത് വാങ്ങിക്കാൻ ആളില്ലാതെ എല്ലാവരും നന്നായി പോയി. എന്നിട്ട് അടുത്ത രാജ്യത്ത് കൊടുത്തു. ഇന്ത്യയിൽ നടന്ന ലോകത്ത് നടന്ന സംഭവം ഒരു രാജ്യത്ത് സക്കാത്ത് എന്ന് വെച്ചാൽ നിർബന്ധ ദാനമാണ് മുസ്ലിങ്ങൾക്ക്. അത് മസ്റ്റാണ്. 2% ഇൻകം ടാക്സ് പോലെ 40%, 60% ഒന്നുമില്ല. ഇൻകം ടാക്സ് നമ്മുടെ ഇൻകം ടാക്സിന് കൂടി 60% ഇപ്പോൾ ടാക്സ് ഇടുന്നത്, 2% ടാക്സ് ഒക്കെ ആയിട്ട്. അങ്ങനെയില്ല, എത്ര ഉണ്ടായാലും ഒറ്റ കണക്കുള്ളൂ. 2 രൂപ, 100 നിങ്ങൾക്ക് നീക്കിയിരിപ്പെട്ടില്ല, 2 രൂപ. അങ്ങനെ കൊടുത്ത് വന്നപ്പോഴുണ്ടല്ലോ ഒരു രാജ്യത്ത് അത് പൈസ വാങ്ങിക്കാൻ അർഹതയുള്ളൂ ഇല്ലാതെ
എല്ലാവരും സമ്പന്നരായി. എന്നിട്ട് അടുത്ത രാജ്യത്ത് നാട്ടിൽ കൊണ്ടാണ് പൈസ കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവുമോ, പാവപ്പെട്ടുണ്ടാവുമോ? ബാലേന്ദ്രൻ കൂലേന്ദ്രനൊക്കെ നിരീക്ഷണവാദി ചോദിക്കണം. ഈ ആരിഫ് ഹുസൈനൊക്കെ ഉള്ള കള്ളം എന്ന് പറയണം. അതുപോലെ അയൽവക്കം പട്ടിണിയെടുക്കുമ്പോൾ വയറു നിറയെ ആഹാരം കഴിക്കുന്നല്ല എന്ന് പറഞ്ഞ് തിരിച്ചാൽ ഏതാണ്ട് 800 പേരാണ്. 800 പേർക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൊടുക്കണം. അങ്ങനെ ഇല്ല വിചാരിച്ച ഒരാൾ പോലും പട്ടിണി ഉണ്ടാവുമോ? ദാരിദ്ര്യം ഉണ്ടാവും ലോകത്ത്. ദൈവം സൃഷ്ടിച്ച എല്ലാവർക്കും തുല്യമായിട്ട്, ആർക്കും പ്രത്യേകമല്ല. പക്ഷെ അത് മനുഷ്യൻ അത് ഓരോ രാജ്യമാക്കി, ഒരു മേഖലയാക്കി, ഓരോ പക്ഷമാക്കി. അതല്ലേ ദാരിദ്ര്യം. ഇപ്പോൾ ബ്രിട്ടനൊക്കെ പണ്ട് കാലത്ത് ഗോതമ്പ് നശിപ്പിക്കാൻ $300 കൊടുക്കുകയാണ്, ഗോതമ്പ് വില നിർത്താൻ വേണ്ടി. അത് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഗോതമ്പ് ഇല്ലാതെ പട്ടിണി ആൾക്കാർ ചത്തുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ, ഇന്ത്യയിലോട്ട് സൂഡാൻ പോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. അതാണ് ഖുർആനും ഹദീസും. ഹദീസ് ദൈവവചനം പറയുന്നത്. അയൽവക്ക പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ആഹാരം കഴിക്കുന്നത് എൻ്റെ സമുദായത്തിൽപ്പെട്ടവല്ല. നിങ്ങൾ സമ്പത്തിന് 2% പാവപ്പെട്ട കൊടുക്കേണ്ട ആൾക്കാർ മതി. ആ 8 കൂട്ടം ആൾക്കാർ കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദാരിദ്ര്യമോ അല്ലെങ്കിൽ പാവപ്പെട്ട ലോകത്ത് ഉണ്ടാവില്ലടോ. ദൈവരാജ്യം വരും. അപ്പോൾ അങ്ങനെയാണ് ദൈവരാജ്യം വേണ്ടത്. അല്ല 95 രൂപയോ 5 ചേർത്ത് 100 രൂപ പലിശ കൊടുത്ത് പലിശ വാങ്ങുന്ന ചില സമുദായങ്ങളുണ്ട്. കൈവായ്പ കൊടുക്കില്ല, മരിച്ച 10 വർഷം വായ്പ കൊടുക്കില്ല. അവരുടെ 95 രൂപ എങ്ങനെ കൂട്ടി 5 ചേർത്ത് 100 ബ്ലൈഡിൽ കിട്ടാൽ 10 രൂപ 8 രൂപ പലിശ കിട്ടും. അത് ഇസ്ലാം പറയുന്നില്ല. അതാണ് പലിശ നിഷിദ്ധമാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് പലിശ നിഷിദ്ധമാക്കിയത്? ഞാനിപ്പോൾ ഒരു വസ്തു വാങ്ങി വിൽക്കും, 10 രൂപയുടെ പേന വാങ്ങിയിട്ട് നമ്മൾ വിൽക്കുന്നു 15 രൂപ, ആരും അറിയാൻ പോകുന്നില്ല. നിങ്ങൾ ഞാനൊരു 10 രൂപ വാങ്ങിയിട്ട് 2 രൂപ അങ്ങനെ ലാഭമായിട്ട് തന്നാൽ പലിശ നിങ്ങൾ അറിയല്ലേ? അറിയുമ്പോൾ എന്ത് സങ്കടമായിരിക്കും. അത് പലിശ വേണ്ട. പിന്നെ പലിശ അങ്ങനെ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ? പിന്നെ കൈവായ്പ നടക്കില്ല. അല്ല, നമ്മൾ പലിശ കൊടുത്ത് വാങ്ങിക്കണം. അതൊക്കെ മാറ്റിവെച്ച് ജനങ്ങളെ, ഇന്ത്യയിലെ ലോക മുസ്ലിം ജനങ്ങളെ, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ സമാധാന പ്രേമി ആയിരിക്കണം. നിങ്ങളുടെ ഈ സമുദായമാണ് ലോകത്ത് നമ്പർ 1 ആകാൻ പോകുന്നു, ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് താമസിയാതെ. പക്ഷെ അപ്പോഴും നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നത്, നമ്മൾ ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ മനസ്സുകൊണ്ട് പോലും ഉപദ്രവിക്കാൻ പാടില്ല. മറ്റാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പാപമാണെന്ന് പറയുന്നതാണ് ഇസ്ലാം തത്വസംഹിത. ആ സംഹിതയിലും ആ ആദർശത്തിലും ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു മുസ്ലിമാൻ അങ്ങനെയാണ്. എന്താണ് പറഞ്ഞത്? മറ്റാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പോലും പാപമാണെന്നാണ്. ഇപ്പം ഞാൻ മിസ്റ്റർ തോമസിനെ കുറിച്ച് മോശം ചിന്ത തോമസ് അറിയാൻ പോകുന്നുണ്ടോ? ഇല്ല, ദൈവത്തറിയാം. അപ്പം ദൈവം പറഞ്ഞു അത് വേണ്ട, എനിക്കറിയാം. മോശമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പിന്നെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ദയവിച്ച് എല്ലാവരും കാര്യങ്ങളെ കുറിച്ചുകൂടി മനസ്സിലാക്കി ഹൈക്കോടതിയിൽ വന്ന ആ വിധിയെക്കുറിച്ച് ഒരു ചർച്ച നടക്കുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് ബന്ധപ്പെട്ട കേസ് അറിയിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്. സ്ലോ കണക്ക്.